സ്നേഹരാഗം ഭാഗം 42. വാഷ്റൂമിൽ നിന്നും ഇറങ്ങുമ്പോൾ പ്രഭാവതി ടേബിളിനരികിൽ തന്നെ നിൽപ്പുണ്ട്. താൻ കുഞ്ഞിനായി വാങ്ങിയതെല്ലാം കവറിൽ നിന്നും പുറത്തെടുത്ത് വെച്ചിരിക്കുന്നു. ഒരു വിധത്തിൽ പറഞ്ഞാൽ പ്രഭാവതി അറിഞ്ഞത് നന്നായെന്ന് അയാൾക്ക് തോന്നി. ഇതെല്ലാം വാങ്ങിക്കാനാണോ ചന്ദ്രേട്ടൻ പുറത്തേക്ക് പോയത്? ഇതാർക്കാ ചന്ദ്രേട്ടാ? പ്രഭാവതിയുടെ സ്വരത്തിൽ സംശയത്തിൻ്റെ മുൾമുനയുണ്ടായിരുന്നു. നീ ഉദ്ദേശിച്ച ആൾക്ക് തന്നെയാണ് പ്രഭേ. നന്ദനയ്ക്കാണിതെല്ലാമെന്ന് അവർക്ക് മനസ്സിലായെന്ന് ചന്ദ്രന് തോന്നി. അതിന് അവൾ ഗർഭിണിയായിരുന്നോ? ഉദ്വേഗത്തോടെ അവർ ചോദിച്ചു. ഇനിയെല്ലാം പ്രഭാവതിയോട് പറയാമെന്ന് അയാൾക്ക് തോന്നി. അയാൾ എല്ലാം പറഞ്ഞു. അവൾ ഇവിടെ നിന്ന് പോയത് മുതൽ താനറിഞ്ഞ എല്ലാ കാര്യങ്ങളും അവരോട് തുറന്നു പറഞ്ഞു. എല്ലാം കേട്ടപ്പോൾ വലിയൊരു തെറ്റാണ് താൻ നന്ദനയോട് ചെയ്തതെന്ന് പ്രഭാവതിക്ക് തോന്നി. രാവിലെ ഒരുപാട് വൈകിയാണ് അർജുൻ എണീറ്റത്. തലയാകെ മരവിച്ചിരിക്കുകയാണ് എന്നവന് തോന്നി. നല്ല തലവേദന. കണ്ണു തുറന്ന് കീർത്തനയുടെ ഭാഗത്തേക്ക് നോക്കി. അവൾ കിടക്കുന്നിടം ശൂന്യമാണ്. രാവിലെ എഴുന്നേറ്റ് കിച്ചണിലാകും അവളെന്ന് അവൻ ഊഹിച്ചു. പക്ഷേ ശ്രീകുട്ടിയും ഇത്ര നേരത്തെ എണീറ്റോ? അതായിരുന്നു അവൻ്റെ സംശയം. കാരണം അവളെയും മുറിയിൽ കാണാനില്ല. അവൻ പതിയെ എഴുന്നേറ്റു. കുറച്ചു നേരം ബെഡിൽ തന്നെ ഇരുന്നു. ഛർദ്ദിക്കാൻ വരുന്നത് പോലെ തോന്നുന്നു. താൻ ഇന്നലെ കുറച്ച് ഓവറായിരുന്നോ എന്നവന് തോന്നി. പതിയെ എഴുന്നേറ്റ് വാഷ്റൂമിലേക്ക് നടന്നു. കാലുകൾ നിലത്തുറയ്ക്കാതെ വേച്ച് പോകുന്നുണ്ടായിരുന്നു. ഷവറിന് ചുവട്ടിൽ ഒരുപാട് സമയം നിന്നപ്പോൾ നല്ല ഉന്മേഷം തോന്നി. അവൻ കുളിച്ച് പുറത്തിറങ്ങി. കണ്ണാടിക്ക് മുന്നിൽ നിന്ന് മുടി ചീകുമ്പോൾ കീർത്തനയെ കാണാനില്ലല്ലോ എന്ന് മനസ്സിൽ വിചാരിച്ചു. ഹലോ, പതിവുള്ള ചായ കിട്ടിയില്ലല്ലോ. എന്ത് പറ്റി എൻ്റെ പ്രിയതമയ്ക്ക്? അർജുൻ ചോദിച്ചപ്പോൾ കീർത്തന ഞെട്ടിത്തിരിഞ്ഞു നോക്കി. അയാളുടെ മുഖത്തേക്ക് നോക്കാൻ അവൾക്കായില്ല. അവൾ ചിരിക്കാൻ ശ്രമിച്ചു. ഇപ്പോൾ തരാം. അവൾ ഗ്ലാസ് എടുക്കാനെന്ന മട്ടിൽ തപ്പിത്തടഞ്ഞു. പിന്നിലൂടെ വന്ന് അവൻ അവളുടെ അരക്കെട്ടിൽ പിടിച്ചു. അവളുടെ കൈകൾ വിറച്ച് ഗ്ലാസ് വാഷ് ബേസിലേക്ക് വീണു. എന്തു പറ്റി? സുഖമില്ലേ? അവൻ ചോദിച്ചു. എന്തോ നല്ല തലവേദന. അർജുൻ, ഇന്നലെ പാർട്ടിയൊക്കെ കഴിഞ്ഞു വന്നപ്പോൾ സമയം വൈകിയില്ലേ? നന്നായി ഉറങ്ങിയില്ല, അതാണെന്ന് തോന്നുന്നു, അവൾ പറഞ്ഞു. ഓ, പാർട്ടി, ശരിയാ. തന്നോടൊരു സോറി പറയണമെന്ന് ഞാൻ രാവിലെ തന്നെ വിചാരിച്ചിരുന്നതാ. സോറി, ഇന്നലെ ഞാൻ ഓവറായില്ലേ? അവൻ ക്ഷമാപൂർവം ചോദിച്ചു. ഓ, അത് സാരമില്ല. ഇത്തിരിയൊന്നുമല്ല, ഒരുപാടായിരുന്നു. എന്നാലും സാരമില്ല. ഇനി അതിനെക്കുറിച്ച് സംസാരിക്കണ്ട എന്ന് കരുതി അവൾ ഒഴിഞ്ഞു മാറി. തലവേദനയാണെങ്കിൽ ഇന്ന് ഞാൻ പോകുന്നില്ല. ഫുഡ് നമുക്ക് പുറത്തുനിന്ന് ഓർഡർ ചെയ്യാം, അവൻ പറഞ്ഞു. വേണ്ട, അർജുൻ പൊയ്ക്കോ, അവൾ പറഞ്ഞു. അല്ലെങ്കിലേ നേരം വൈകി. പിന്നെ ഇന്നലത്തെ ഹാങ് ഓവർ തീർന്നിട്ടില്ല. നല്ല തലവേദന. എണീക്കുമ്പോൾ തന്നെ പോകുന്നില്ലെന്ന് വിചാരിച്ചതാ. ഞാൻ ലീവ് പറയട്ടെ, അവൻ പറഞ്ഞു. ഇനി എന്തു പറഞ്ഞിട്ടും കാര്യമില്ലെന്ന് മനസ്സിലായപ്പോൾ അവൾ ഞാനൊന്ന് കിടക്കട്ടെ എന്ന് പറഞ്ഞ് മുറിയിലേക്ക് പോകാൻ ഭാവിച്ചു. അല്ല, ശ്രീമോൾ എവിടെ? കണ്ടില്ലല്ലോ, അവൻ ചോദിച്ചു. അവൾ ഗായത്രിയുടെ കൂടെ നിന്നു. രാവിലെ ആക്കിത്തരാമെന്നാ പറഞ്ഞത്, അവൾ എൻ്റെ മുഖത്തേക്ക് നോക്കാതെ പറഞ്ഞുകൊണ്ട് മുറിയിലേക്ക് പോയി. അർജുൻ ഫോണെടുത്ത് ബാങ്കിലേക്ക് വിളിച്ചു. കുഞ്ഞിനെ എണ്ണ തേച്ചുകൊണ്ട് ഹാളിലിരിക്കുകയാണ് അനിത. കുഞ്ഞിനോട് ഓരോ കിന്നാരം പറഞ്ഞുകൊണ്ട് നീതു അടുത്തിരിപ്പുണ്ട്. നന്ദന രാവിലെ തന്നെ കുളി കഴിഞ്ഞ് റൂമിലാണ്. കുഞ്ഞു വന്നതോടെ തൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റമുണ്ടായെന്ന് അവൾക്ക് തോന്നി. അതിനെ ലാളിച്ചും കൊഞ്ചിച്ചും സമയം പോകുന്നതറിയുന്നേയില്ല. എന്നാലും മനസ്സിലെവിടെയോ തൻ്റെ ജീവിതം ഇങ്ങനെയൊക്കെ ആയിപ്പോയില്ലോ എന്ന് അവൾക്ക് തോന്നാറുണ്ട്. മേമയുടെ ചുന്ദരി വാവയെവിടെ? നീതു കൊഞ്ചിക്കുന്നത് നന്ദനയ്ക്ക് കേൾക്കാമായിരുന്നു. അവളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നു. അമ്മയും ഒരുപാട് മാറിയെന്ന് അവൾക്ക് തോന്നിയിട്ടുണ്ട്. ദേവൻ ഇടയ്ക്കൊക്കെ വീട്ടിൽ വരും. കുഞ്ഞുമായി വന്നതിൻ്റെ പിറ്റേന്ന് തന്നെ ജാനുവും കൃഷ്ണനും വന്നിരുന്നു. അവർ കുഞ്ഞിനായി ഉടുപ്പെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. വേണ്ടായിരുന്നു ഇതെല്ലാം, അനിത പറഞ്ഞു. ഞങ്ങളുടെ കുഞ്ഞിനായി കൊണ്ടുവന്നതാ. അതങ്ങനെ വേണ്ടാന്ന് പറയാമോ? ജാനു തമാശ രൂപേണെ പറഞ്ഞു. അപ്പോൾ നന്ദനയുടെ മനസ്സ് തുടിച്ചു. എൻ്റെ ദേവൻ്റെ കൂടെയാണ് മോളെങ്കിൽ ഈ സമയത്ത് ഞങ്ങൾക്ക് ഇരട്ടി സന്തോഷമായേനെ. ജാനു മനസ്സിലുള്ളത് തുറന്നു പറഞ്ഞു.
അനിതയ്ക്ക് അത് സത്യമായിരുന്നെങ്കിൽ എന്നു തോന്നി. അവർ പോയപ്പോൾ എനിക്ക് നിന്റെ കാര്യത്തിൽ തെറ്റുപറ്റിപ്പോയി മോളെ എന്ന് അനിത മകളോട് പറയുകയും ചെയ്തു. കുഞ്ഞിനെ കുളിപ്പിച്ച് നന്ദനയുടെ കയ്യിൽ വെച്ചു കൊടുത്തു അനിത. നന്ദന മോളെ ക്രീം തേച്ചു കൊടുത്തു. പിന്നെ കണ്ണെഴുതി പൗഡറിട്ടു അവളെ സുന്ദരിയാക്കി. പാൽ കൊടുത്തപ്പോഴേക്കും ദാന്ന് പറയുന്ന വേഗത്തിൽ മോളുറങ്ങി. മുറ്റത്ത് നീതുവിൻ്റെ സംസാരം കേട്ടപ്പോൾ ദേവൻ വന്നതാണെന്ന് നന്ദനയ്ക്ക് മനസ്സിലായി. ദേവൻ വരുമ്പോഴെല്ലാം നന്ദനയ്ക്ക് ഒരുപോലെ സങ്കടവും സന്തോഷവുമാണ്. അവനോട് ഇനി ഇങ്ങോട്ട് വരരുതെന്ന് പറഞ്ഞാലോ എന്ന് പലവട്ടം ആലോചിച്ചിട്ടുണ്ട്. പക്ഷേ എന്തോ അതിനവളുടെ മനസ്സ് അനുവദിക്കുന്നില്ല. അതെന്താണെന്നവൾക്ക് പിടികിട്ടിയിരുന്നില്ല. ഒരുപക്ഷെ തൻ്റെ മനസ്സ് അവൻ്റെ സാമീപ്യം ആഗ്രഹിക്കുന്നത് കൊണ്ടാവും എന്നവൾക്ക് തോന്നി. ശരിക്കും താനത് ആഗ്രഹിക്കുന്നുണ്ടോ എന്നവൾ ഓർത്തു. ഛേ, താൻ എന്തൊക്കെയാണ് ആലോചിച്ചു കൂട്ടുന്നത്? അവൾ അതിന് തന്നെത്താൻ തിരുത്താൻ ശ്രമിച്ചു. തൻ്റെ ജീവിതത്തിൽ ഇനി അങ്ങനെയൊന്നുണ്ടാകില്ല എന്ന് അവൾ ഉറപ്പിച്ചതുമാണ്. എന്നാലും ദേവൻ വരുമ്പോൾ വരണ്ടുണങ്ങി നിൽക്കുന്ന ഭൂമിയിലേക്ക് പെയ്തിറങ്ങുന്ന ചാറ്റൽ മഴയുടെ കുളിർമയാണ് അവളുടെ മനസ്സിന് ലഭിക്കുന്നത്. മോളുറങ്ങിയോ? അടുത്തു നിന്നുമുള്ള ദേവൻ്റെ ചോദ്യം അവളെ ഓർമ്മകളിൽ നിന്നും ഉണർത്തി. ഉവ്വ് ദേവേട്ടാ, ഇപ്പോൾ ഉറങ്ങിയതേയുള്ളൂ. ദേവേട്ടൻ ഇരിക്ക്. ഇപ്പോൾ നന്ദന പഴയതിനേക്കാൾ കൂടുതൽ അവനോട് സംസാരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ദേവൻ കസേരയിലിരുന്നു. അമ്മേ, ദേവേട്ടനൊരു ചായ കൊടുക്കൂ, അവൾ അനിതയോടായി പറഞ്ഞു. എന്തൊക്കെയോ പറയണമെന്നുണ്ടവൾക്ക്. അത് പറയാൻ അവളുടെ മനസ്സ് വെമ്പി. പക്ഷേ ഒന്നും പുറത്തേക്ക് വരുന്നില്ല. നന്ദു, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ദേവൻ പറഞ്ഞു തുടങ്ങിയപ്പോൾ എന്താകുമെന്നറിയാൻ അവൾ ആകാംക്ഷയോടെ ദേവനെ നോക്കി. ദേവൻ എന്താകും നന്ദുവിനോട് പറഞ്ഞിട്ടുണ്ടാവുക എന്നറിയണമെങ്കിൽ അടുത്ത എപ്പിസോഡ് വരെ കാത്തിരുന്നേ മതിയാകൂ. നിങ്ങൾ തരുന്ന സ്നേഹവും സപ്പോർട്ടും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് സ്നേഹരാഗം തുടരും.